എല്ലാ തരം കൃഷിക്കും കുമ്മായം വേണം. മണ്ണിലെ പുളിരസം പെട്ടെന്ന് കളയണം എന്നുണ്ടെങ്കിൽ കുമ്മായം ചേർക്കുക തന്നെ വേണം. കുമ്മായത്തിന് മാത്രമേ മണ്ണിലെ പുളിരസം പെട്ടെന്ന് കളയാനുള്ള കഴിവുള്ളൂ. എന്നാൽ ചിലവർ ചോദിക്കും ഡോളോമിറ്റ് ചേർത്താലും പോരെയെന്ന്. പക്ഷേ ഡോളോമിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ സാവധാനെ മണ്ണിലെ പുളിരസം നീക്കപ്പെടാൻ ഡോളോമിറ്റിന് കഴിയും. കുമ്മായത്തിന് പെട്ടെന്ന് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പുളിരസമുള്ള മണ്ണിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ വലിച്ചെടുക്കാനോ ചെടികൾക്ക് വളരാനോ സാധിക്കില്ല. ചെടികൾക്ക് വേഗം രോഗം വന്ന് നശിച്ചു പോകും. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന കുമ്മായത്തിൽ മായം കലർത്താനുള്ള സാധ്യത കൂടുതലാണ്. നീറ്റ് കക്ക വാങ്ങിച്ച് മായമില്ലാത്ത കുമ്മായം ഈസിയായി ഇന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നീറ്റ് കക്ക വാങ്ങിക്കുമ്പോൾ പൊടിയില്ലാത്ത നല്ല നീറ്റ് കക്ക വാങ്ങിക്കുക. പൊടി ഉണ്ടെങ്കിൽ ആ പൊടി മുന്നേ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആ പൊടി വെള്ളം ഒഴിക്കുമ്പോൾ പുറത്തേക്ക് വലിച്ചു പോകും. അപ്പോൾ അത് അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ വലിച്ചു പോകില്ല. ആ പൊടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ അരിച്ചെടുക്കാറാണ് പതിവ്. നീറ്റ് കക്ക പരുത്തിയിട്ടിട്ട് അത് നനയത്തക്ക വിധം നന്നായിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം അധികം വളരെ കൂടുതലാവരുത്. ആവശ്യത്തിന് നനയും വേണം. കൂടുതലുള്ള വെള്ളം അത് വലിച്ചു പോയിക്കോളും. നീറ്റ് കക്ക എല്ലാ ഭാഗം നനഞ്ഞേക്കണമെന്ന് നോക്കണം. പച്ചവെള്ളം മതി. ഈ ചൂടുവെള്ളം ആണെങ്കിൽ ഒന്നുകൂടിയും പെട്ടെന്ന് പ്രോസസ്സിങ് നടക്കും. എല്ലാ ഭാഗത്തും നനഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നനച്ചു കൊടുത്ത് കൂട്ടിയിട്ട് തുണി കൊണ്ടോ അല്ലെങ്കിൽ ചണച്ചാക്ക് കൊണ്ടോ നന്നായിട്ട് മൂടിയിടണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ് നടക്കും. നീറ്റ് കക്ക പൊടിയാൻ തുടങ്ങും. അപ്പോൾ നല്ല ചൂടായിരിക്കും, നല്ല പുക വരും. അപ്പോൾ കണ്ണ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിന്റെ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ചുമ വരും. പൊള്ളലേൽക്കുന്നത് ശ്രദ്ധിക്കണം. നല്ല ചൂടായിരിക്കും. അത് കൈകൊണ്ട് പോയി വാരിയെടുക്കാനോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ട് മൂടാനോ ഒന്നും ചെയ്യരുത്. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും. അത് മുഴുവനായി പൊടിഞ്ഞ് ചൂടാറി വരുമ്പോഴേക്കും 4-5 മണിക്കൂർ ടൈം എടുക്കും. അതിനുശേഷമേ നമ്മൾ കോരിയെടുക്കാവൂ. പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ ചൂടാറിയതിനു ശേഷമേ അത് കോരിയെടുക്കാൻ പാടുള്ളൂ. കുമ്മായം ചൂടാറിയതിനു ശേഷം ഒരു ഗ്രോ ബാഗിന് എന്ന കണക്കിൽ മണ്ണിലിട്ട് ഇളക്കി ചേർത്ത് ഉപയോഗിക്കാം. ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നതാണ് നല്ലത്. കുമ്മായം പഴകിയാൽ അതിന്റെ ഗുണം പോകും. ഉണ്ടാക്കിയ കുമ്മായം കാറ്റ് കയറാത്ത വിധം സൂക്ഷിച്ചു വെക്കണം. മണ്ണിന്റെ അമ്ല ക്ഷാരാവസ്ഥ അഥവാ pH 7 താഴെയാണെങ്കിൽ ആ മണ്ണ് അമ്ലമുള്ള മണ്ണാണ്. പുളിരസമുള്ള മണ്ണിൽ ഹൈഡ്രജൻ, അലുമിനിയം എന്നിവയുടെ അയോണുകൾ അധികമായി ഉണ്ടാകും. ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾക്ക് കാൽസ്യം ലഭിക്കാതെ പോകുന്നു. മണ്ണിലെ അമ്ല ക്ഷാരാവസ്ഥ pH 6.5 കുറവാണെങ്കിൽ കുമ്മായം ചേർക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.